നമ്മളിന്ന് ബ്രെഡ് കൊണ്ടൊരു ചിക്കൻ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം നമ്മളിന്ന് എന്തുണ്ടാക്കാൻ പോണത്? ചിക്കൻ സാൻഡ്വിച്ച്. അപ്പം ആരുണ്ടാക്കാൻ പോണത്? ഞാൻ. ഓക്കെ, അപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റവ് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചട്ടി ചൂടായി വരുമ്പോൾ അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ എന്താ പോണത് വെച്ചോ? നെക്സ്റ്റ് നമ്മൾ ഓണിയൻ ഇടാം. അപ്പം അതിട്ടോ. അപ്പം നമ്മൾ ഓണിയൻസ് എങ്ങനെ വെച്ച് കുക്ക് ചെയ്യേണ്ടത്? നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഷ്യൂ നമ്മളുടെ ഉള്ളി വേഗം കുക്കാകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് അല്പം പച്ചമുളക്, 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിതിലേക്ക് വേവിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇത് 2 കപ്പ് ചിക്കൻ ഉണ്ടാവും. നമ്മൾ ലാസ്റ്റ് എന്താ ചേർക്കാൻ പോണത്? അപ്പം അതിട്ടോ. അങ്ങനെ നമ്മളുടെ മസാല റെഡി ആയില്ലേ? അപ്പം നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പം നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ് വെച്ച് കൊടുക്കാം അല്ലേ? അങ്ങനെ നമ്മളുടെ ഉള്ളിലത്തെ ഫില്ലിങ്ങും വെച്ച് കൊടുത്ത് നെക്സ്റ്റ് ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മളുടെ സാൻഡ്വിച്ച് ഇനി ഉണ്ടാക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ ഇച്ചു അത് എന്താ ഇരിക്കുന്നത്? അപ്പൊ നമ്മളിനി ബ്രെഡ് എന്താ ചെയ്യാ? ഓക്കെ, വെച്ച് കൊടുത്തേ. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലേ? അപ്പോൾ 2 ആൾ കഴിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടാ? അങ്ങനെ നമ്മളുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കി എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.
പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.